വേണു, നമുക്കെല്ലാവർക്കും വളരെ ലളിതമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് എപ്പോഴാണ് നമ്മൾ മോശമായ ഭാഷ ഉപയോഗിക്കുകയും വയലൻ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യുക. നമ്മൾ ഡിഫെൻസിലാകുമ്പോഴാണ്. ഈവൻ മീഡിയ വണ്ണിൻ്റെ ടൈറ്റിലിനോട് കൂടുതലുള്ള എൻ്റെ വിയോജിപ്പ് ഞാൻ പറയട്ടെ. പന്നിക്കണി എന്നുള്ളതിൻ്റെ പാരഡി പോലെ മന്ത്രിക്കണി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗിയില്ലായ്മ, ഒരു ഔചിത്യമില്ലായ്മ വേണുവിനെ പോലുള്ള ഒരു ആങ്കർ ആദ്യം തിരിച്ചറിയണമെന്ന് ഞാൻ പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി കാണിക്കുന്നു എം വി ഗോവിന്ദനെ കാണാനില്ല എന്ന്. എം വി ഗോവിന്ദനെ കണ്ടവരുണ്ടോ എന്നാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്ര വയലൻ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ തന്നെ ഇൻട്രോയിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വഴിക്കടവിലെ ഈ ദാരുണമായ മരണം കാരണം LDF അതിൻ്റെ ക്യാമ്പയിൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലെത്തി എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇത്ര വയലൻ്റ് ആയിട്ട്? നമ്മളെക്കാളും സെൻസ് ഓഫ് പ്രൊപ്രൈറ്റിയും ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ആളുകളാണ് ഇത് വായിക്കുന്നത്, കാണുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതൊരാളുടെ സ്വത്തിനും ജീവനും ഉണ്ടാവുന്ന അപകടം എന്നുള്ളത് ഏതൊരു മരണവും സ്റ്റേറ്റിന്റെ ഫെയിലിയർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും പരാജയം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. എന്ന് കരുതിയിട്ട് ക്രിമിനലുകളായ ആളുകൾ ക്രൈം നടത്തുന്ന സമയത്ത്, ഇവിടുത്തെ വിനീഷ് ചെയ്ത പോലുള്ള ക്രൈം നടക്കുന്ന സമയത്ത് ആ ആളെപ്പറ്റി പറയാതെ പ്രാഥമികമായി അത് സ്റ്റേറ്റിന്റെ ഫെയിലിയർ ആണ്, ആ പാർട്ടിയുടെ ഫെയിലിയർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധം എന്താണെന്നറിയോ? ഈ ക്രൈമിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. PK നവാസ് പറയുന്നതിൻ്റെ അകത്തുള്ള കുഴപ്പം അതാണ്. KCBക്ക് എന്താണ് ആകെ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കൂ. KCBയെ സംബന്ധിച്ചിടത്തോളം ഇത് വൈദ്യുത മോഷണമാണ്. വൈദ്യുത മോഷണം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരത് തടയും. ആ നാട്ടുകാർ പറയുന്നു 7 മണിവരെ ഇവിടെ ഇങ്ങനൊരു കമ്പി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു പതിവും ഇവിടെ ഇല്ല. ഒരു ക്രൈം ചെയ്യുന്ന ആൾ എന്ത് സിസ്റ്റം ഉണ്ടായിരുന്നാലും അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് അയാൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്രൈമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ക്രൈമിന്റെ ഉത്തരവാദിത്വം KCB ആണ്, മുഖ്യമന്ത്രിയാണ്, LDF ആണെന്ന് പറയുന്നത് പ്രാഥമികമായ ഉത്തരവാദിത്തത്തിലുള്ള ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് കോൺഗ്രസും UDF ഇതിന്റെ അകത്ത് ഡിഫൻസിലായി. പക്ഷേ ഡോക്ടർ പ്രേംകുമാർ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഇത് വിനീഷിനെ നമുക്ക് ആർക്കും തടയാൻ കഴിയില്ല. ഒരു വ്യക്തി നിശ്ചയിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്ന് പറയാറുണ്ട്. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ അത് സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഈ ഷാനുവിൻ്റെ അമ്മ രജനി കൊടുത്ത പരാതിയുണ്ട്. ഇയാൾക്കെതിരെ തന്നെ പോലീസ് റെക്കോർഡുകളിൽ സമാനമായ കേസുകളുടെ മുൻചരിത്രമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിന്നൊരു നോട്ടക്കുറവുണ്ടായി? വിനീഷിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ആരനുവദിച്ചു കൊടുക്കുന്ന നോട്ടക്കുറവിൻ്റെതാണ്. വേണു, അതായത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളത്തെയും വളരെ ഭീകരമായിട്ട് ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. സർക്കാരും LDFും മുഖ്യമന്ത്രിയും ഒക്കെ അംഗീകരിക്കുന്ന പ്രശ്നവുമാണത്. സ്റ്റേറ്റിന്റെ ഇടപെടലുകൾക്ക് വലിയ പരിമിതികളുണ്ട്. പക്ഷെ എന്താണ് അതിന് വിലങ്ങുതടയായി നിൽക്കുന്നത്? വേണുവിന് നന്നായിട്ട് അറിയുന്ന പോലെ, രാജു ബി നായർക്ക് നന്നായിട്ട് അറിയുന്ന പോലെ സെൻട്രൽ വൈൽഡ് ലൈഫ് ആക്ട് ആണ്. ഇന്ന് വന്നൊരു വാർത്തയുണ്ടല്ലോ, പന്നികളെ ക്ഷുദ്രജീവികളായി അംഗീകരിക്കണം, പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തിലെ MPമാരുടെ സർക്കാരിന്റെ റിക്വസ്റ്റിനോട് നോ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. നിങ്ങൾ ആദ്യം കാണിച്ച വിഷ്വൽ അതാണ്. പന്നികളെ ക്ഷുദ്രജീവികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. ഇതിനെതിരെ സംസാരിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കാൻ അത് കൊണ്ടുവന്ന് രാജീവ് ഡോക്ടർ പ്രേംകുമാർ, പന്നികളെ ക്ഷുദ്രജീവികളാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കട്ടെ. അതൊരു അവസരമായി കാണുന്ന വിനീഷിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് രജനിയുടെ പരാതി ശ്രദ്ധിക്കപ്പെടാതെ പോയത്? രജനിയുടെ പരാതി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് കൊടുക്കുന്ന വിലയാണ് അനന്തു എന്ന 15-കാരന്റെ ജീവൻ. അല്ല വേണു, ഈ ചർച്ചയുടെ ഡയറക്ഷൻ എന്നുള്ളത് വഴിക്കടവിലെ ഇൻസിഡന്റും അതിനുശേഷം കോൺഗ്രസും വനമന്ത്രിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ഷനിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കോർട്ടിലിരിക്കുന്ന ഒരു ബോൾ ആണിത് എന്ന് കരുതിയിട്ടാണ് കോൺഗ്രസ്സുകാർ അന്ന് രാത്രി സമരത്തിനും ഈ ബഹളങ്ങൾക്കും ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രാജു പി നായർ അടക്കം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ആര്യാടൻ ഷൗക്കത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് അബദ്ധമായി എന്നും അത് അവർക്ക് തന്നെ ബൂമറാങ് ചെയ്തു എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിലമ്പൂർ വന്ന് 10 നിഷ്പക്ഷരായ ആളുകളോട് ചോദിച്ചാൽ അറിയാം. കാരണം ഒരാൾ ചെയ്ത ക്രൈം എന്നുള്ളത് ഒരു സർക്കാരിനെതിരെയുള്ള, മറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക് ഫെൻസിൽ നിന്ന് ഷോക്കേറ്റിലാണ് ആ കുട്ടി മരിച്ചതെങ്കിൽ ചെറുതായെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആശുപത്രിയിലേക്കുള്ള വഴികൾ അടക്കം ബ്ലോക്ക്. വൈദ്യുതി കടത്തിവിട്ട് വന്യമൃഗങ്ങളെ വകവരുത്തുക എന്ന് പറയുന്ന രീതി സാധ്യമല്ല. കേന്ദ്ര നിയമവും അതിന് വ്യവസ്ഥ ചെയ്യുന്നില്ല എന്ന് വനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് സംഭവ്യമല്ല. അല്ല, ഒരു നിയമവും അതായത് ആനിമൽ പോച്ചിങ് അല്ലെങ്കിൽ മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലുക എന്നുള്ളത്, വൈദ്യുതി കടത്തിവിട്ട് കൊന്നിട്ട് ഇറച്ചി വിൽക്കുക എന്നുള്ളത് ഒരു നിയമം
യാതൊരു സംശയവുമില്ല, അത് ക്രൈമാണ്. ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ഫെൻസിലാണ് ഈ കുട്ടിയോ ഒരു ചെറുപ്പക്കാരനോ അപകടം വന്നതെങ്കിൽ ചെറുതായിട്ടെങ്കിലും UDF ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെയാണ് ഞാൻ പക്ഷേ ഡോക്ടർ ഇവിടെ അതുമല്ല. ചോദിക്കുന്നത്, അങ്ങനെ പിന്നെയാണ് ഇലക്ട്രിക് ഫെൻസിങ് മനസ്സിലാവുന്നത്. സാധ്യമാണോ? വനം മന്ത്രി പറഞ്ഞത് അങ്ങനെ സാധ്യമല്ല, കാരണം അങ്ങനെ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയും. എനിക്കറിയില്ല, അങ്ങാണ് അത് വിശദീകരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ. അല്ല, അതായത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക് ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. പക്ഷെ പല കൃഷിയിടങ്ങളിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫെൻസിങ് മുന്നേ ചെയ്തിട്ടുണ്ട്, തൂങ്ങി നിൽക്കുന്ന കമ്പികളൊക്കെ ഉണ്ട്. ആയിരുന്നു അപകടമെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ബഹളം ചെറുതായെങ്കിലും ഗുണം ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് കോൺഗ്രസിന്റെ ഡിഫൻസിലാവുകയും, അതായത് ഒരു മരണത്തിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയും 3 പേർ ക്രിട്ടിക്കലായിരിക്കുകയും ചെയ്യുന്ന ഒരു അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്കുള്ള വഴി പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവരത് ആഘോഷിക്കുന്നത്. അതിനുശേഷമുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ നെറേഷൻ, ആ ഇൻസിഡന്റ് UDFനെ ഭീകരമായി ഡിഫൻസിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് സാധാരണ സൗമ്യമായി, ലോജിക്കലായി, സിസ്റ്റമാറ്റിക്കായി ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെയും വേണുവിന്റെയും സുഹൃത്തായ രാജു പി നായർ ഇങ്ങനെ വയലന്റ് ആവുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വയലന്റ് ആവുന്നത് എന്നുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. PK നവാസ് വയലന്റ് ആവേണ്ട ആവശ്യമില്ല, കാരണം മുസ്ലിം ലീഗിന്റെ ഒരു കുട്ടി പോലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. നേതാക്കൾ ആരും മഹാഭാഗ്യത്തിന് ഉണ്ടായിട്ടില്ല. സ്വരാജ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ, നല്ല കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ വഹാബിനെയും അബ്ദുൽ വഹാബിനെയും ഷാഫി ജാലിയത്തിനെയും പോലെ അവർ ഈ ഗുരുമാനിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പങ്കെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാനൊന്ന് ഇടപെട്ടോട്ടെ.